ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു വരികയാണെന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ഷൈനെ വീണ്ടും വിളിപ്പിക്കും എന്നാണ് കൊച്ചി DCP അശ്വതി ജിജിയുടേതാണ് പ്രതികരണം കേൾക്കാം. ഇതുവരെ ചോദ്യം ചെയ്യാൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, ഉണ്ടെങ്കിൽ അറിയിക്കാം. ജനറലി അതൊരു 2-3 മാസമെങ്കിലും മിനിമം പിടിക്കാറുണ്ട്. അത് സ്പീഡാവാൻ കോർട്ടാണ് ഓർഡർ ചെയ്യുന്നത്, നമ്മളല്ല. ഫോണിൽ എന്തെങ്കിലും വേറെ റെക്കോർഡ്സ് കിട്ടിയാൽ അപ്പോൾ വിളിപ്പിക്കും. പിന്നെ ഇതിന്റെ റിസൾട്ട്സ് നോക്കി നമ്മൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നടത്തും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇത് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകളെ കുറിച്ചല്ലേ DCP പറഞ്ഞത്? അനുജ, ഏകദേശം 1.5 ആഴ്ച പിന്നിടുന്നു ഷൈൻ ടോം ചാക്കോക്കെതിരായ കേസ് രജിസ്റ്റർ ചെയ്തിട്ട്. അതിനുശേഷം ആ ദിവസം തന്നെ പറഞ്ഞത് ഷൈനെ വീണ്ടും വിളിപ്പിക്കും, 22-ാം തീയതി ഹാജരാകണമെന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് പോലീസ് പിന്നോട്ട് പോവുകയായിരുന്നു. ഷൈനുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം മാത്രം വിളിപ്പിച്ചാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ DCP തന്നെ വ്യക്തമാക്കുന്നത് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ഷൈന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുകയാണ്. അതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ മാത്രം ഷൈനെ വീണ്ടും വിളിപ്പിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റൊന്ന് FSL റിപ്പോർട്ടാണ്. ഈ കേസ് നിലനിൽക്കണമെങ്കിൽ കോടതിയിലടക്കം വലിയ തട്ടുകേടില്ലാതെ പോലീസിന് മുന്നോട്ട് പോകണമെങ്കിൽ FSL റിപ്പോർട്ട് നിർണായകമാണ്. അത് വരണമെങ്കിൽ 2 മുതൽ 3 മാസം വരെ സമയമെടുക്കും. അത് വേഗത്തിലാക്കാനുള്ള ഒരു ആവശ്യം സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് കോടതി മുഖാന്തരമാണ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ സിറ്റി പോലീസ് തയ്യാറെടുക്കുന്നത്. ആ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം കൂടുതൽ പേരിലേക്ക് പോകാം എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഷൈന്റെ മൊബൈൽ ഫോണും നിർണായക വിവരമായി പരിശോധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്കായി എറണാകുളത്ത് 2 പ്രധാനപ്പെട്ട കേസുകൾ, ആ 2 പ്രധാനപ്പെട്ട ലഹരി കേസുകളും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് ഷൈൻ ടോം ചാക്കോയുടെ പോലീസ് എടുത്ത കേസ്, മറ്റൊന്ന് ഖാലിദ് റഹ്മാനുമായി ബന്ധപ്പെട്ട് എക്സൈസ് എടുത്ത കേസ്. അങ്ങനെ 2 പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് എക്സൈസും പോലീസും സംയുക്തമായ ഒരു പരിശോധനയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൊച്ചി പോലൊരു പ്രധാനപ്പെട്ട പാർട്ടി ഹബ്ബ് അല്ലെങ്കിൽ ഒരു ലഹരി ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ സിനിമാ സെറ്റുകളിൽ ഇത്തരം സാധനങ്ങൾ സുലഭമാണെന്നൊരു നടന്റെ മൊഴി പോലും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സിനിമാ സെറ്റുകളിൽ കയറിയൊരു പരിശോധന എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമാ സംഘടനകളുടെ പൂർണ്ണ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അക്വയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ സിനിമാ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും നിലവിലെ സാഹചര്യം അങ്ങനെയല്ല. സിനിമാ മേഖലയ്ക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റ് ഇൻഡസ്ട്രിക്ക് മുൻപിൽ മലയാള സിനിമ വലിയ രീതിയിൽ മോശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ശുദ്ധികലശം വേണമെന്നൊരു തീരുമാനം സിനിമാ സംഘടനകൾ എടുത്ത പശ്ചാത്തലത്തിലാണ് പോലീസുമായി സഹകരിച്ച് ഇത്തരം പരിശോധനയിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. പോലീസും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ എക്സൈസിന് സിനിമാ മേഖലയിലുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇന്നലത്തെ എക്സൈസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ കൂടുതൽ അറസ്റ്റുകൾ, കൂടുതൽ പരിശോധനകൾ ഈ എക്സൈസുമായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. ചില പേരുകളൊക്കെ ഞങ്ങളുടെ പക്കലുണ്ട്. ഇന്നലത്തെ അറസ്റ്റിന് ശേഷം പല ആളുകളും അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് എക്സൈസ് പങ്കുവെക്കുന്നത്. അതായത് സിനിമാ മേഖലയിൽ സമഗ്ര അന്വേഷണം, ലഹരിവിരുദ്ധ പോരാട്ടത്തിന് അല്ലെങ്കിൽ ലഹരിവിരുദ്ധ ഇടപെടലുകൾക്ക് പോലീസും എക്സൈസും തുടക്കം കുറിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും പറയുന്നതാണ് ഈ സപ്ലൈ കട്ട് ചെയ്യണം എന്നുള്ളത്. ആ ഒരു ശ്രമത്തിലേക്ക് എക്സൈസും പോലീസും പോവുകയാണ്. സപ്ലൈ കട്ട് ചെയ്യാനുള്ള ഈ സിനിമ അസിസ്റ്റൻസ് ആണ് ഇത് എത്തിക്കുന്നതെന്നാണ് പോലീസിന് മുൻപിലുള്ള വിവരം. അങ്ങനെയെങ്കിൽ അത്തരക്കാരെ കണ്ടെത്തി അവരെ പൂട്ടുക എന്നുള്ളതാണ് എക്സൈസും പോലീസും ഒക്കെ ലക്ഷ്യം വെക്കുന്നത്. ഈ വിദേശത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവാണ് നിലവിൽ സിനിമാ മേഖലയിൽ വിപുലമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെ, ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കുന്ന ഇപ്പോൾ തസ്ലീമെ പോലുള്ള ആളുകളെയൊക്കെ സ്പോട്ട് ചെയ്ത് അവരിലേക്ക് എത്താനുള്ള ശ്രമവും പോലീസും എക്സൈസും നടത്തുന്നുണ്ട്. അനുജ, അതെ, ഇവർക്ക് ആരൊക്കെയായാണ് ബന്ധമുള്ളത് എന്നതിലേക്കൊക്കെ അന്വേഷിച്ചറിയുക എന്നുള്ള ദൌത്യമാണ് നിലവിൽ എക്സൈസ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ഒപ്പം തന്നെ മോഡൽ സൗമ്യ എന്നിവരെ ആലപ്പുഴയിൽ ചോദ്യം ചെയ്യുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ആ ചോദ്യം ചെയ്യൽ. മറുഭാഗത്ത് ഇന്നലെ സംവിധായകർ പിടിയിലായ സംഭവത്തിൽ അതിൽ തുടർ നടപടികളിലേക്ക് എക്സൈസ് കടക്കുകയാണ്. കോടതിയിൽ ഈ കഞ്ചാവ് ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് സിനിമാ സെറ്റിൽ പരിശോധന ശക്തമാക്കും എന്ന് സിറ്റി പോലീസ് കമ്മീഷണറും കൂടി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു.